അംജുക്ക, എനിക്കുണ്ടല്ലോ അടുത്ത ആഴ്ച പ്രസന്റേഷൻ. അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യണം, PPT സബ്മിറ്റ് ചെയ്യണം, ഒപ്പം പ്രസന്റേഷൻ എടുക്കുകയും വേണം. ഗർഭകാല സെക്സ് ഇൻ പ്രഗ്നൻസി, ഗർഭസമയത്ത് പ്രഗ്നൻസി. ഞാനൊരു ഇൻട്രോ ഒക്കെ എടുത്ത് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ആദ്യം തന്നെ ഫ്ലോപ്പായി. പറഞ്ഞു വരുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്ന പോലെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഗർഭസമയത്ത് സെക്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ സെക്സ് പാടോ, പ്രഗ്നൻസി ടൈമിൽ സെക്സ് ചെയ്താൽ വല്ല കുഴപ്പമുണ്ടായിരിക്കുമോ? ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഡൗട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. നിനക്കും നല്ല ഡൗട്ടില്ലേ? യെസ്, ഞാൻ വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, അവിടെ നിന്നാൽ മതി, എന്നാലും നീ ഫ്രെയിം ചെയ്യുള്ളൂ ഹൈറ്റ് കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ നമുക്ക് 10ാം ക്ലാസ് ഈ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ ഒക്കെ പഠിക്കാനുണ്ടെങ്കിലും നമ്മുടെ ടീച്ചർ അത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ഡൗട്ട് ചോദിക്കാൻ പേടിയുള്ളതുകൊണ്ടും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രഗ്നൻസി ടൈമിൽ ഈ 10 മാസം സെക്സിന് ഫുൾ സ്റ്റോപ്പ്. ഇതാണ് ഞാൻ വിചാരിച്ചത്. സെക്സ് ചെയ്യാൻ പാടില്ല, കാരണം സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി അലസിപ്പോവും, മിസ്കാരേജ് സംഭവിക്കും, അല്ലെങ്കിൽ സെക്സ് ചെയ്യുന്നിടയിൽ കുട്ടി ഇളകും, ഷെയ്ക്കാവും, കുട്ടിക്ക് പ്രശ്നം പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പോഴാണ്. ഞാൻ സെക്സ് എഡ്യൂക്കേറ്റർ ആണ്, നിങ്ങൾക്കറിയാം. സെക്സ് എഡ്യൂക്കേറ്റർ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ക്ലാസ്സിൽ എൻ്റെ യോഗ്യത എന്തെന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. നീ ബ്ലറാവുന്നു കുഞ്ഞാ, ഇങ്ങോട്ട് വാ. ഓക്കെ, ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സെക്സ് പാടോ, ഈ പ്രഗ്നൻസി ടൈമിൽ സെക്സ് പാടോ ചോദിച്ചാൽ യെസ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഹെൽത്ത് ഇഷ്യൂസോ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, ഹസ്ബൻഡും വൈഫും ഒരുപോലെ കംഫർട്ടബിൾ ആണെങ്കിൽ, മെയിൻലി വൈഫിനെ ഞാൻ പറയുള്ളൂ, കാരണം ഈ പ്രഗ്നൻസി ടൈമിൽ വൈഫ് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ സെക്സ് ചെയ്യുന്നതുകൊണ്ട്, കൺസെൻറ്റോടെ ആണെങ്കിൽ നിങ്ങൾക്ക് സെക്സ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അത് നിങ്ങളെ ബേബിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മിസ്കാരേജ് സംഭവിക്കുന്നില്ല, യാതൊരു കുഴപ്പവും വരുന്നില്ല. അപ്പം ഞാനത് എങ്ങനെയാണ് ഓക്കെ യാതൊരു കുഴപ്പമില്ല എന്ന് വെറുതെ അങ്ങ് പറഞ്ഞാലാവില്ലല്ലോ. നിങ്ങൾക്ക് സയൻറ്റിഫിക്കലായിട്ട് ഞാൻ അത് പ്രൂവ് ചെയ്യേണ്ടത്, അത് ഞാൻ പറഞ്ഞുതരാം. അതേപോലൊക്കെ വേറെയും കുറച്ച് ഏതൊക്കെ നല്ല പൊസിഷൻസ്, സെക്സ് പൊസിഷൻസ് ഏതൊക്കെ നല്ലതാണ്, ഏതൊക്കെ വീക്സിൽ, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. സോ നമ്മുടെ ബേബി കുഞ്ഞെന്നുള്ളത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സാക്കിന്റെ ഉള്ളിൽ, എന്നൊരു ദ്രാവകം നിറഞ്ഞ സഞ്ചിയുടെ ഉള്ളിലാണ് നമ്മുടെ കുഞ്ഞ് സേഫ് ആയിട്ട് ഇരിക്കുന്നത്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സാക്ക് തന്നെ ഒരു ഷോക്ക് അബ്സോർബൻ്റ് ആണ്. അതായത് പെട്ടെന്ന് ഇപ്പം നമ്മളിപ്പോൾ ഈ സെക്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും അതൊന്നും അതിനെ ഏശത്തില്ല, അതാണ് ഇതാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ യൂട്രസിൻ്റെ ചുറ്റിനും മസിൽസ് ഉണ്ട്. അപ്പോൾ തന്നെ അറിയാലോ നമ്മുടെ കുഞ്ഞ് എത്ര സേഫ് ആൻഡ് പ്രൊട്ടക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് കുലുങ്ങുന്ന ആളൊന്നും അല്ല നമ്മുടെ വയറ്റിലുള്ള കുഞ്ഞെന്ന് പറയുന്നത്. ഒരു സെക്സിൽ കൂടെ ആടിയോ വിലയണ കുഞ്ഞായിരിക്കില്ല, സ്ട്രോങ് ആയിരിക്കും. ഇനി ഓരോ ഗർഭസമയത്ത് ഓരോ ട്രൈമിസ്റ്റർ ഉണ്ടല്ലോ. അപ്പൊ ഈ ഓരോ ട്രൈമിസ്റ്ററിൽ ഏതൊക്കെ ട്രൈമിസ്റ്റർ ആണ് സേഫ് എന്ന് അറിയണ്ടേ, ഈ അതിൽ സേഫ് ആണോ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ സെക്സ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കാനുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷൻസ് ആണ് നല്ലത്, ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അതിനെ കുറിച്ചിട്ട് ഞാൻ ഇനി പറഞ്ഞിരുന്ന. ആദ്യത്തെ 3 മാസമൊക്കെ മിക്ക നമ്മൾ ഗർഭിണികളോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയും. ഇപ്പൊ എൻ്റെ ഉമ്മ തന്നെ പറയാറുണ്ട്, ആദ്യത്തെ 3 മാസം എൻ്റെ ഉമ്മാക്ക് ഛർദി കിടപ്പെന്നായിരുന്നു, ഫുഡ് പോലും ഫുഡ് കഴിച്ചാൽ ഛർദി എന്നൊക്കെ പറയുന്നു. ഈവൻ ഡോക്ടേഴ്സ് വരെ പറയുന്ന ഒരു സാധനമാണ്, നമ്മൾ ആദ്യത്തെ 3 മാസം ഭയങ്കര ശ്രദ്ധിക്കണം, ട്രാവലിംഗ് വരെ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന ഒരു പീരീഡാണ് ഈ 3 മാസം എന്ന് പറയുന്നത്. അപ്പോൾ ചില പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് ഈ 3 മാസം എന്ന് പറയണത് ഇവർക്ക് ഇതേപോലെ ഭയങ്കര വൊമിറ്റിങ്ങും ഭയങ്കര വീക്കായിരിക്കും, ഭയങ്കര ടയേർഡായിരിക്കും ആ ഒരു ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് സെക്സ് പോയിട്ട് ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാനുള്ള ഓടിയ ഒരു ഇതല്ല ഈ ഒരു 3 മാസം. അവർക്ക് സെക്സിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ ടൈമിൽ. അപ്പോൾ പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന് പറയേണ്ടത് ഒരിക്കലും സെക്സിനെ ഫോഴ്സ് ചെയ്യരുത്. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സെക്സോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ,
പ്രഗ്നൻസി ടൈമിൽ സെക്സ് പാടില്ല, കുഴപ്പമില്ല, പിന്നെ എന്താണ് നിന്റെ പ്രശ്നം, നിനക്ക് എന്താണ് പ്രശ്നം, നമുക്ക് സെക്സ് ചെയ്യാം, ഒരിക്കലും ചെയ്യരുത്. കാരണം ഒരു പ്രഗ്നൻസിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീക്ക് മാത്രമേ അവർ എത്രത്തോളം ബുദ്ധിമുട്ടി കൂടെ പോകുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത് സെക്സിന് വേണ്ടിയിട്ട്. അവര് ഓക്കെ ആണ്, കംപ്ലീറ്റ്ലി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അവരെ കൺസെന്റ് ഉണ്ട്, അവരെ ഓക്കെ 100% ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ യെസ് സെക്സ് ചെയ്യാം, ഒരിക്കലാക്കല്. പിന്നെ അത് മാത്രല്ല, ചില സ്ത്രീകൾക്ക് ആദ്യത്തെ 3 മാസം ചിലപ്പോൾ സ്പോട്ടിങ്, ബ്ലീഡിങ് അങ്ങനെയൊക്കെ കാണിച്ചെന്ന് വരാം. അല്ലെങ്കിൽ ചില മുമ്പ് ഏർലി അബോഷൻസ് മുമ്പുള്ള അബോഷൻസ് ഒക്കെ സംബന്ധിച്ച് അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കൺസേൺ ഉണ്ടാവും, ടെൻഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അതെ, അപ്പൊ ഇനി ഇങ്ങനെ ഉണ്ടാവോ എന്നുള്ളത്. അതേപോലെ തന്നെ ഈ സ്പോട്ടിങ്, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സെക്സ് അവോയ്ഡ് ചെയ്ത്, കാരണം അതൊരു കോംപ്ലിക്കേഷൻസ് ആയി കാണിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഹെൽത്ത് പ്രശ്നവും ഇല്ല, കോംപ്ലിക്കേഷൻസ് അതല്ല, യാതൊരു തരത്തിലും കോംപ്ലിക്കേഷൻസോ വേറെ യാതൊരു തരത്തിൽ കുഴപ്പമില്ലെങ്കിൽ മാത്രമാണ് സെക്സ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലീസ് അവോയ്ഡ് ഇറ്റ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഫസ്റ്റ് ട്രൈമിസ്റ്റർ ആണ്. ഇനി ഞാൻ പറയുന്നത് സെക്കൻഡ് ട്രൈമിസ്റ്ററിന്റെ കാര്യമാണ്. ഈ 3 months ഒക്കെ കഴിഞ്ഞിട്ട്, ഓക്കെ, അടുത്ത മാസം ഈ സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഓക്കാനം വരെ, ഛർദ്ദിക്കാൻ വരാ, അല്ലെങ്കിൽ വൊമിറ്റിങ്, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ഇതൊക്കെ അങ്ങ് മാറും. ഓക്കെ, ഇതൊക്കെ അങ്ങ് മാറി തുടങ്ങും. എന്നിട്ട് നമ്മുടെ ഈ ഗർഭപാത്രത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ, ബ്ലഡ് സർക്കുലേഷൻ ഇതൊക്കെ കൂടും. അത് മാത്രമല്ല, നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് ആ സമയത്ത് ഭയങ്കരമായിട്ട് കൂടും, വൈറ്റ് ഡിസ്ചാർജ് കൂടും. അതേപോലെ തന്നെ ലൂബ്രിക്കേഷൻ, വൈറ്റ് ഡിസ്ചാർജ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലൂബ്രിക്കേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ മാറുന്ന ഒരു സമയമാണ് ഈ സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സമയത്ത് സ്ത്രീകൾക്ക് സെക്സ് ഡ്രൈവ് കൂടും. സെക്സ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ സെക്സിനോടുള്ള താല്പര്യം കൂടും, ഇൻക്രീസ് ആവും സെക്സിനോടുള്ള താല്പര്യം. ഈ ഒരു സമയത്ത് യാതൊരു വേറെ കോംപ്ലിക്കേഷൻസും ഇല്ലെങ്കിൽ, വേറെ കോംപ്ലിക്കേഷൻസിന്റെ കാര്യം പിന്നെ പറയാം, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ സെക്സ് ചെയ്യാം. ഹസ്ബൻഡിനും വൈഫിനും ഒരേപോലെ എൻജോയ് ചെയ്ത് സെക്സ് ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ടൈമിൽ അത് ഉറപ്പായിട്ടും ഹസ്ബൻഡ് വൈഫിന്റെ ബോണ്ട് കൂട്ടാനേ അത് സഹായിക്കത്തുള്ളൂ. ഇനി അടുത്തത് തേർഡ് ട്രൈമിസ്റ്റർ ആണ്. തേർഡ് ട്രൈമിസ്റ്ററിലോട്ട് കടക്കുമ്പോഴാണ് നമുക്ക് വയറ് വന്ന് തുടങ്ങുന്നത്, നമ്മുടെ നടു വളയണത്, കാലില് നീര് വന്ന് തുടങ്ങണത്, അതൊക്കെ ഈ ഒരു തേർഡ് ട്രൈമിസ്റ്ററിലാവും. ഇവിടേക്ക് എത്തുമ്പോൾ എന്താവും, വീണ്ടും സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടും അതൊക്കെ വീണ്ടും വന്നു തുടങ്ങും. അപ്പൊ എന്തായി, വീണ്ടും ആ ഫസ്റ്റ് ട്രൈമിസ്റ്ററിന്റെ അവസ്ഥയ്ക്ക് ചിലപ്പോൾ പോകും, ആ ഒരു സെക്സിനോടുള്ള മടുപ്പും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അപ്പോഴും ചില സ്ത്രീകൾക്ക് സെക്സ് ഡ്രൈവ് ഉണ്ടായിരിക്കും, സെക്സിനോടുള്ള താല്പര്യം കൂടുതലും, അതൊക്കെ ചില സ്ത്രീകൾക്കുണ്ടാവും. ചിലവർക്ക് ഇതേപോലെ എന്താ പറയാ പറ്റാത്തൊരവസ്ഥയും വരും. ഓക്കെ, അപ്പൊ 2 ടൈപ്പും ഉണ്ടായിരിക്കും. സോ വീണ്ടും ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, യാതൊരു തരത്തിലും വേറെ ബുദ്ധിമുട്ടുകളോ കോംപ്ലിക്കേഷൻസോ ഇല്ലെങ്കിൽ സെക്സ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. ഈ അടിവരട്ടിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇടക്കിടക്ക് വെക്കണം, യാതൊരു കുഴപ്പവും ഇല്ലെങ്കിൽ, യാതൊരു കുഴപ്പവും ഇല്ല ഉണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തുടരാട്ടോ സെക്സിൽ. അടുത്ത് എന്താ ഞാൻ പറയാം, ചോദിക്കണ്ട. എനിക്ക് ഡൗട്ട് ഉണ്ട്, ഈ ഡേറ്റ് അടുക്കുന്ന സമയത്ത് സെക്സ് ചെയ്താൽ പ്രശ്നമുണ്ടോ? ഓക്കെ, ഡേറ്റ് അടുക്കുന്ന സമയത്ത് സെക്സ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ ഡേറ്റ് അടുത്തോണ്ടിരിക്കുകയാണ്, എന്നാൽ യാതൊരു തരത്തിലും നമുക്ക് ഈ പ്രസവ വേദന വരുന്ന ഒരു ലക്ഷണവും ഒന്നും കാണില്ല, ലേബർ പെയിൻ വരുന്ന ലക്ഷണങ്ങളും ഒന്നും കാണില്ല. ഈ ഒരു സമയത്ത് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? സോ നമ്മുടെ എന്താ പറയാ, സെമനിൽ അടങ്ങിയേക്കുന്നതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. സെമനിൽ അടങ്ങിയ ഒരു സംഭവമാണ് ഇത്. നമ്മുടെ ലേബർ പെയിന് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ഈ സെമനിൽ അടങ്ങിയിരിക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ് സ്റ്റിമുലേറ്റ് ചെയ്യും. സോ നമ്മൾ ഇപ്പോൾ പ്രസവ വേദന ഒക്കെ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ കയറ്റി കയറുന്നത് പെട്ടെന്ന് നമുക്ക് പ്രസവിക്കാൻ സുഖാക്കൂല്ലേ, അല്ലെ? പെട്ടെന്ന് സുഖം, കാരണം ഈ സെമനിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. പക്ഷേ 2 പേരും വില്ലിങ് ആണെങ്കിൽ, ഓക്കെ, ഭാര്യയും ഭർത്താവും ഒന്നാമത് പ്രസവത്തിനോട് അടുക്കുന്ന സമയമാണ്, ആ സമയത്ത് നമ്മളിപ്പോ സെക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓക്കെ, നിങ്ങൾ 2 പേരും കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ, മെന്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ, യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ സെക്സ് ചെയ്യുന്നതിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെമനിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രസവം സുഖമായിരിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നടക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു ലേബർ പെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രസവം നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്.
ഈ പ്രഗ്നൻസി ടൈമിൽ സെക്സ് ചെയ്യുക എന്നുള്ളത് പലവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. എന്നാലും മിക്ക ആൾക്കാർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമുണ്ട്, ഏത് പൊസിഷൻ, ഏതൊക്കെ സമയത്ത്, ആ ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ട്രൈമിസ്റ്ററിലാണെങ്കിൽ നമ്മുടെ മിഷണറി പൊസിഷൻ അത് ഓക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് ട്രൈമിസ്റ്ററിലാണെങ്കിൽ നമ്മുടെ മിഷണറി പൊസിഷൻ നമുക്ക് ഓക്കെയാണ്. ഇനി സെക്കൻഡ് ട്രൈമിസ്റ്റർ ആണെങ്കിൽ കുറച്ചൊക്കെ വയറൊക്കെ വന്നു തുടങ്ങും. അപ്പൊ ഈ മിഷണറി പൊസിഷൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ ഡോഗി, ഒന്നുമില്ലെങ്കിൽ ഡോഗി അല്ലെങ്കിൽ വുമൺ ഓൺ ടോപ്പ്. ഓക്കെ, സ്ത്രീ മുകളിൽ നിൽക്കും വരുന്ന ആ ഒരു പൊസിഷൻ. ഒന്നില്ലെങ്കിൽ ഡോഗി, ശരി വരുന്നുണ്ട്, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, വുമൺ ഓൺ ടോപ്പ് അല്ലെങ്കിൽ ഡോഗി സെക്കൻഡ് ട്രൈമിസ്റ്ററിലെ ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് ട്രൈമിസ്റ്റർ. തേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വയറ് നല്ലപോലെ വന്ന് അതേപോലെ തന്നെ നമുക്ക് നടുവൊക്കെ വേനെടുക്കുന്ന ആ ഒരു ടൈമിൽ, ആ ടൈമില് മിഷണറി ചിന്തിക്കേ വേണ്ട, മിഷണറി പറ്റത്തേ ഇല്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോഗി ആണെങ്കിലും വുമൺ ഓൺ ടോപ്പ് ആണെങ്കിലും ഇതൊന്നും നടക്കില്ല. അതിന് പകരം നടക്കാൻ പോണത് സ്പൂണിങ് പൊസിഷനാണ്. സ്പൂണിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താ അംജുക്കൊന്ന് പറഞ്ഞു കൊടുക്കും മലയാളത്തിൽ ഇത് എങ്ങനെ പറയും, എനിക്കത് പറയാൻ പറ്റില്ല. കിടക്കുന്ന കൂട്ടത്തിൽ ഭർത്താവ് ബെസ്റ്റ്, ഇതിനേക്കാൾ നന്നായിട്ട് ഞാൻ പറഞ്ഞു, ഭാര്യ കിടക്കണേനെ കൂട്ടൊന്നല്ല. സോ സ്പൂണിങ് പൊസിഷൻ, ഭാര്യ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുക, ഭർത്താവ് ഇതേ ബാക്കിൽ ഇങ്ങനെ കിടന്നിട്ട് ബന്ധപ്പെടുന്നതാണ് ഈ സ്പൂണിങ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് തേർഡ് ട്രൈമിസ്റ്ററിൽ ഈ ഒരു പൊസിഷൻ ആയിരിക്കും ആപ്റ്റ് ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഏതൊരു പൊസിഷനും അവസാന ആ 2 ആഴ്ചയിൽ മിക്ക സ്ത്രീകൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ പ്രത്യേകം മനസ്സിൽ വെക്കണം, ഏതൊരു പൊസിഷനാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഓക്കെ, ഏതൊക്കെ ടൈമിലാണ് സെക്സ് ചെയ്യരുത്, പ്രഗ്നൻസിയുടെ സമയത്ത് സെക്സ് പാടില്ല എന്ന് പറയുന്ന അവസ്ഥ ഏതൊക്കെയാണ് എന്നുള്ളത്. അതെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഫസ്റ്റ് ട്രൈമിസ്റ്റർ പോട്ടെ, ഇപ്പം നമുക്ക് മുമ്പ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ട് വല്ല മിസ്കാരേജ് സംഭവിക്കുകയോ ആ സമയത്ത് വല്ല സ്പോട്ടിങ് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുകയോ എന്നിട്ട് നിങ്ങൾക്ക് മിസ്കാരേജ് സംഭവിക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രഗ്നൻസിയിൽ ഒഴിവാക്കാൻ പറയും. അതല്ല ഈ ഒരു ടൈമിലും ഇപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് പ്രഗ്നൻസി ആവണമെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്പോട്ടിങ് ബ്ലീഡിങ് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സ്കാനിങ്ങിൽ വല്ല പ്രശ്നം കാണുമെങ്കിൽ ഡോക്ടർ തന്നെ പറയും ആദ്യത്തെ 3 months സെക്സ് ഒഴിവാക്കാൻ, സെക്സ് പാടില്ല എന്ന് ഡോക്ടർ തന്നെ പറയും. പിന്നെ അടുത്തത് ഞാൻ കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത പറയാണ് സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ട്, അങ്ങനെയും അവസ്ഥ വരും. അതിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ പറയും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടേം ആ സമയത്ത് ഫെമിലിയർ ആയിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സെക്സ് പാടില്ല എന്ന് പറയും. കാരണം ഇത് സ്റ്റിച്ച് ഇടയും അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. ഇനി അടുത്തൊരു കോംപ്ലിക്കേഷൻ ആയത് ഇപ്പം നമുക്കൊരു പ്രഗ്നൻസിയുടെ 6-7 മാസം, ഓക്കെ 7th month ഒക്കെ ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് മാസം തികയാതെ പ്രസവിക്കുക അങ്ങനത്തെ ഒരു ഇത് ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് മാസം തികയാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ പ്രസവം ഇതേപോലെ മാസം തികയാതെയാണ് പ്രസവിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ സെക്സ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെയാണ് ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഏകദേശം എല്ലാം ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അല്ലെ നമ്മളൊരു മൊത്തത്തിൽ നമുക്ക് വരുന്ന ഒരു ഡൗട്ടൊക്കെ ഞാൻ ഇതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനിയും സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് പറയാൻ അറിയാവുന്നതാണെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ഞാൻ അതിന് ഇതാക്കുന്നതാണ്. ഈ നെക്സ്റ്റ് എന്ത് ടോപ്പിക് വേണമെന്നുള്ളതും നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. അതേപോലെ ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ്, ഇതുപോലത്തെ ഒക്കെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്കും കൂടി കുറച്ച് എൻകറേജ്മെന്റ് ആണ് അല്ലേ, വീണ്ടും ടോപ്പിക് നിങ്ങൾക്ക് എടുക്കാനും പറഞ്ഞുതരാനും. അതെ, അംജിക്കാണെങ്കിൽ എല്ലാവർക്കും പഠിക്കും, എനിക്ക് പറഞ്ഞു തരാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സോ യെസ്, ടാറ്റാ, ബൈ ബൈ.